الطلاب الأعزاء مرحبا بكم جميعا. ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ അഡീഷണൽ കോമൺ ലാംഗ്വേജ് അറബിക് ചാപ്റ്റർ 3യിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ചാപ്റ്റർ 3 ഹാദാഹു അൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അബ്ബാസ് മഹ്മൂദ് അഖാദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഒരു അറബി എഴുത്തുകാരൻ പങ്കുവച്ച ഗാന്ധിജിയെ മനസ്സിലാക്കി എഴുതിയ ഒരു ചാപ്റ്ററാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 3 പേജിലായിട്ട് ഉള്ള ഒരു പാഠമാണ്. അതിനെ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് എന്താണ് അതിൽ പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഓരോ സ്ലൈഡുകളായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ആദ്യം ഷഖ്സിയത്ത് അൽ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് അഖാദ് ഇവിടെ പങ്കുവെക്കുന്നത്. അത് തന്നെ അദ്ദേഹം ഒരു അത്ഭുതകരമായിട്ടാണ്, നമുക്കറിയാം അദ്ദേഹം ഉപയോഗിച്ച പദം വജംതു വത്വാലബി അൽ വുജൂം ബൽ ദഹൽതു വത്വാലബി അദ്ദുഹൂൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പദം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം ആ ഒരു പദത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം നമുക്ക് ആ എഴുത്തിൽ കൂടെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ആ അത്ഭുതം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, തഅ്സീർ ഗാന്ധി, ഗാന്ധിയുടെ സ്വാധീനം, ജനങ്ങളിൽ ഗാന്ധി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യം. രണ്ടാമത്തത്, തൻ്റെ 78ാം വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു എന്ന ഒരു അത്ഭുതകരമായ കാര്യവും കൂടെ ആണ് ഇവിടെ ഒരു അത്ഭുതത്തോടു കൂടെ ഇവിടെ പങ്കുവെക്കുന്നത് അബ്ബാസ് മഹ്മൂദ് അഖാദ് എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ. അപ്പം നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഷഖ്സിയത്ത് അൽ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, ക്യാരക്ടറിനെ കുറിച്ചാണ്. ഷഖ്സിയത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. ഹൈസു തസിഫു, അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇന്തിഹാഷ് അൽ കാത്തിബ്, എഴുത്തുകാരൻ്റെ ഒരു അത്ഭുതത്തോടു കൂടെയാണ് ഗാന്ധി അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മിൻ തഅ്സീരി ഗാന്ധി അൽ ഹായിൽ, ഗാന്ധിയുടെ അസാധാരണമായിട്ടുള്ള അത്ഭുതപരമായിട്ടുള്ള സ്വാധീനത്താൽ, റഗിമ ബസാത്തിത്തി ഹയാത്തിഹി, തൻ്റെ വിശാലമായ ജീവിത കാഴ്ചപ്പാടുകളിൽ ഗാന്ധി ജനങ്ങൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് അത്ഭുതകരമായ കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ഗാന്ധിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. എന്നിട്ട് യൂലഹുദ്ദർസ്, ഈ പാഠം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അന്ന ഗാന്ധി, ഗാന്ധിജി ലം യകുൻ റജുൽ ഹർബ്, ഒരു യുദ്ധത്തിൻ്റെ പോരാളി ആയിരുന്നില്ല. ഔ ഉൻഫ്, ഹിംസയുടെയും പോരാളി ആയിരുന്നില്ല. ഒരു യോദ്ധാവോ അല്ലെങ്കിൽ ആക്രമിച്ച് കീഴടക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല ഗാന്ധി എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബൽ കാന റംസൻ ലിസ്സലാം, മാത്രമല്ല അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ സിംബലായിരുന്നു ഗാന്ധി എന്നാണ് അബ്ബാസ് മഹ്മൂദ് അഖാദ് ഗാന്ധിയെ കുറിച്ച് ഇവിടെ സ്മരിക്കുന്നത്. ബൽ കാന റംസൻ, റംസ് എന്ന് പറഞ്ഞ സിംബൽ, ലിസ്സലാം സമാധാനം, വത്തസാമുഹ് സഹകരണം, ക്ഷമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിശേഷണത്തിൻ്റെ സിംബലുകളായിരുന്നു ഗാന്ധി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വറജുലൻ ബസീതൻ, വിശാലഹൃദയനായ മനുഷ്യനായിരുന്നു. തമക്കന മിൻ തഗ്യീർ അത്താരീഖ്, ചരിത്രം മാറ്റിക്കുറിക്കാൻ സാധ്യമായ ഒരു വിശാല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ഗാന്ധി. ബി ഉസ്ലൂബിഹി അസ്ൽമി, അദ്ദേഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള ശൈലി കാരണത്താൽ. അങ്ങനെ സമാധാനത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ചരിത്രത്തെ മാറ്റിത്തിരുത്തിയ ഒരു വിശാല ഹൃദയനായ ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധി. സമാധാനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സിംബലായിരുന്നു ഗാന്ധി. അദ്ദേഹം ഹിംസക്കെതിരെയും യുദ്ധത്തിനെതിരെയും പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. വക്കാന ഉംറുഹു 78 സന, അദ്ദേഹത്തിന് താൻ കൊല്ലപ്പെടുമ്പോൾ 78 എന്ന്, ചിലത് 79 എന്നും കാണുന്നുണ്ട്. നമുക്കിവിടെ 78 വയസ്സായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അഖാദിൻ്റെ വീക്ഷണത്തിൽ ഇതൊക്കെയാണ് ഗാന്ധിയുടെ ഷഖ്സിയത്ത്, വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
രണ്ടാമത്തത് അന്ന ഗാന്ധി കാന മുതഅല്ലിമൻ ഫി അഫ്ളലിൽ ജാമിഅത്ത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളായിരുന്നു ഗാന്ധി. അന്ന ഗാന്ധി കാന മുതഅല്ലിമൻ, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഫി അഫ്ളലിൽ ജാമിഅത്ത്, യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായ. വആശ ഫി ബിആത്തിൻ മുതഖദ്ദിമ, അദ്ദേഹം ജീവിച്ചത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വളരെ പുരോഗതി പ്രാപിച്ച സാഹചര്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക പോലെയുള്ള മറ്റു പല പ്രദേശങ്ങളിലും അദ്ദേഹം ജീവിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് വആശ ഫി ബിആത്തിൻ മുതഖദ്ദിമ, വളരെ ഉന്നതമായ നല്ല മികച്ച സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിലാണ് അദ്ദേഹം ജീവിച്ചത്. ലാകിന്നഹു ബഖിയ മുതമസ്സികൻ ബിഖിയമിഹി വ അഫ്കാരിഹി, പക്ഷേ ആ സമയവും അദ്ദേഹത്തിന്റെ മൂല്യവും അദ്ദേഹത്തിന്റെ ചിന്തകളും മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. ഏത് സാഹചര്യത്തിൽ ജീവിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹം ജീവിച്ച ആ കാലത്ത് മുഴുവനും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിൻ്റെതായ മേലെ പറഞ്ഞ ചിന്തകളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. വക്കാന ദാഇമൻ ഖവിയൻ, അദ്ദേഹം വലിയൊരു സഹായിയും കൂടിയായിരുന്നു. ലിഹുഖൂഖിൽ മർഅ, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച വലിയൊരു വ്യക്തിത്വം കൂടിയായിരുന്നു ഗാന്ധിജി. ഹൈസു റഅ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അന്നൽ മർഅ, സ്ത്രീ എന്ന് പറഞ്ഞാൽ തുമസിൽ റംസ തളഹിയത്തി വൽ ഗുഫ്രാനി വസ്സബ്ർ, ക്ഷമയുടെയും സഹാനുഭൂതിയുടെയും സമർപ്പണത്തിന്റെയും സിമ്പലാണ് സ്ത്രീ എന്ന് പറയുന്നത് എന്നാണ് ഗാന്ധിജി സ്ത്രീയെക്കുറിച്ചുള്ള അഭിപ്രായം. അഥവാ സ്ത്രീകളുടെ അവകാശങ്ങൾ, അവളെ അവകാശമില്ലാത്ത, അവൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് തന്നെ സ്ത്രീകൾ വരണമെന്ന് വാദിക്കുകയും സ്ത്രീയെ സമർപ്പണത്തിന്റെയും സഹാനുഭൂതിയുടെയും ക്ഷമയുടെയും സിമ്പലായിട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. വശജ്ജ അൽ ഹറക്കാത്ത്, മൂവ്മെന്റുകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഷജ്ജ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അൽ ഹറക്കാത്ത്, പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ മൂവ്മെന്റുകളെ. അല്ലത്തി തുസാഇദുഹ അലൽ ഇസ്തിഖ്ലാൽ വൽ കറാമ, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീക്ക് ലഭിക്കേണ്ട ബഹുമാനം, ഇതൊക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഏതൊക്കെ ചലനങ്ങൾ മൂവ്മെന്റുകൾ ഉണ്ടോ അതിനെയൊക്കെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധി എന്ന് ഇദ്ദേഹം അബ്ബാസ് മഹ്മൂദ് അഖാദ് അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുകയാണ്. പിന്നീട് അഖാദ് ഗാന്ധിജിയുടെ ഒരു പ്രസംഗത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുമ്മ തതഹദ്ദസ് അൻ ഖിതാബി ഗാന്ധി, ഗാന്ധിജിയുടെ പ്രസംഗത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അൽ മുവജ്ജഹ് ഇലാ നുഖ്ബത്തി മിന സയ്യിദാത്തി വൽ ഫതയാത്ത്, സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിൽ നടത്തിയ ഒരു പ്രസംഗമായിരുന്നു അത്. ഹൈസു യൂളഹ് മഫ്ഹൂം അദ്ദീൻ ഫി സമനിഹി, അതില് അദ്ദേഹം മതത്തിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതചിന്തകളെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുഷീറൻ ഇല അന്നഹു ലാ യംബഗി അൻ യുഖ്തസല ഫിൽ ഇംതിനാ അൻ ബഅദിൽ അത്ഇമ, ചില ഭക്ഷണ പാനീയങ്ങളെ തടയാൻ പാടില്ല എന്നെന്താക്കുന്നുണ്ട് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ അവകാശമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവ തറഫു അൻ ബഅലി തബഖാത്ത്, ചില ജാതി വ്യവസ്ഥകളെ അദ്ദേഹം അവിടെ വിമർശിക്കുകയും ചെയ്യുകയാണ്. ബൽ യജിബ് അൻ യകൂന മുർതബിതൻ ബിൽ അഖ്ലാഖ് വൽ അദ്ൽ, അദ്ദേഹം ഊന്നുന്നത് നല്ല നീതി കൊണ്ടും അതേപോലെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടും ബന്ധമുള്ളതായിരിക്കണം ജീവിതം എന്നാണ് അദ്ദേഹം അവിടെ നിഷ്കർഷിക്കുന്നത്. അല്ലാതെ ജാതി വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആളുകളെ ഭിന്നിക്കുന്ന, ഇനി അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ അവകാശങ്ങളാക്കിയിട്ട് പാടില്ല എന്നും അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും പറയുന്ന രീതികളെയൊക്കെ അദ്ദേഹം വിമർശിക്കുകയാണ് ആ ഒരു പ്രസംഗത്തിൽ. കമാ യന്തഖിദ് ഗാന്ധി ബഅദുൽ ആദാത്ത്, ചില ആചാരങ്ങളെയും അദ്ദേഹം അവിടെ വിമർശിക്കുന്നുണ്ട്. അല്ലത്തി തുസന്നിഫു നാസ് ബിഹസ്ബി ഉസൂലിഹിം ഔ വിലാദത്തിഹിം, അവരുടെ ജന്മം കൊണ്ടും അവരുടെ തറവാടിത്തം കൊണ്ടും ഓരോ ആളുകളും പാലിച്ചു പോകുന്ന ചില പതിവുകളെ, ചില ആചാരങ്ങളെയും അദ്ദേഹം അവിടെ വിമർശിക്കുകയാണ്.
ചില പാർട്ടികളെ, ചില ഗ്രൂപ്പുകളെ അകറ്റി നിർത്തുന്ന ഒരു 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 കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെയും അദ്ദേഹം ഇവിടെ നിരസിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രസംഗം സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം നടത്തിയതായിട്ടും അതിനെ എടുത്തു പറഞ്ഞതായിട്ടും അഖാദിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. സുമത്തനാവൽ, പിന്നെ അദ്ദേഹം അഖാദ് ഗാന്ധിജിയെക്കുറിച്ച് സ്മരിക്കുന്നതിൽ മറ്റൊന്ന് എടുത്തു പറയുന്നത് അഹദു അബ്റസി അഅമാലി ഗാന്ധി അൽ ഇഹ്തിജാജിയ, അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റിനെയാണ്. ഇഹ്തിജാജ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റാണ്. ആ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റിനെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈസു തഹദ്ദി ഖാനൂനുൽ മിൽഹ് അഷ്ഷഹീർ, പിൽക്കാലത്ത് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഖാനൂനുൽ മിൽഹ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായ ഒരു സത്യാഗ്രഹം. വഖാദ മസീറ ലഹ്മ മിന റിജാലി വന്നിസാ, ഇതിൽ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും പങ്കെടുത്തിരുന്നു. ലിമുഖാവമത്തിഹി, തൻ്റെ ഈ ഒരു പ്രൊട്ടസ്റ്റിന് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിരുന്നു. ബിത്വരീഖത്തിൻ സിൽമിയ, സമാധാനപരമായ വഴിയിൽ കൂടെ. ആ പ്രൊട്ടസ്റ്റ് ഒന്നും അക്രമാസക്തമായിരുന്നില്ല, സമാധാനത്തിൽ കൂടെയുള്ള പ്രൊട്ടസ്റ്റുകളായിരുന്നു. കാന മൗഖിഫ് ഗാന്ധി വാളിഹൻ ഫി ദഅവതിഹി ഇലാ അദ്മിൽ ഉൻഫ് റഗ്മൽ ഖുംഇ അല്ലദി വാജഹഹു. കാന മൗഖിഫ് ഗാന്ധി, അവിടെ ഗാന്ധിയുടെ നിലപാടായിരുന്നു വാളിഹൻ, വ്യക്തമായിരുന്നു. ഫി ദഅവതിഹി ഇലാ അദ്മിൽ ഉൻഫ്, അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അദ്ദേഹം ജനങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഖാനൂനുൽ മിൽഹിൽ ഏറ്റവും പ്രശസ്തമായത്. റഹിമൽ അല്ലദി വാജഹുഹു, അദ്ദേഹത്തിന് ഒരുപാട് അടിച്ചമർത്തലുകളും അക്രമങ്ങളും നേരിട്ടാൽ പോലും അതിനെയൊന്നും തിരിച്ചടിക്കാതെ അദുമൽ ഉൻഫ് അഥവാ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ മേൽ അദ്ദേഹം നിലകൊണ്ടു. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. വഖദ് ഇസ്തമറത്തിൽ മസീറ ഹത്താ വുസൂലിഹി ഇലൽ ബഹർ, അങ്ങനെ കടലിലേക്ക് എത്തിച്ചേരുന്നത് വരെ ആ ഒരു പ്രൊട്ടസ്റ്റ് തുടർന്നു. ഹൈസു വഖഫ ഖാശിയൻ വഹീദൻ ബഅദ അൻ തഅറള അത്ബാഇഹി ലിൽ ഖുംഅ, എന്നിട്ട് കടൽ തീരത്ത് പോയിട്ട് വളരെ ഭയഭക്തിയോടുകൂടെ ഒറ്റക്ക് അദ്ദേഹം ഇരുന്നു കൊണ്ട് തൻ്റെ അണികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉപ്പ് സത്യാഗ്രഹത്തെ പോലെയുള്ള പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റുകൾ, ഗാന്ധിജി ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നു. അതൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ടത് സമാധാനപരമായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഖാനൂനുൽ മിൽഹാണ് ഇവിടെ അബ്ബാസ് മഹ്മൂദ് അഖാദ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ അദ്ദേഹത്തിന്റെ സ്മരണയായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. പിന്നെ തതഹദ്ദസ് അൻ മുഹാക്കിമത്ത് ഗാന്ധി, ഗാന്ധിജി ഒരു കോടതിയിൽ, ഒരു കോർട്ടിൽ പോയിട്ട് ഒരു കേസിന്റെ വാദത്തിൽ ഗാന്ധി അവിടുത്തെ ഹാക്കിമുമായിട്ട് അഥവാ ജഡ്ജിയുമായി നടന്ന ഒരു സംഭാഷണത്തെ കൂടി അവിടെ പറയാൻ. തതഹദ്ദസ് അൻ മുഹാക്കിമത്ത് ഗാന്ധി ഹൈസു സഅലഹുൽ ഖാദി, ഖാദി ഒരിക്കൽ ചോദിച്ചു, ഇൻകാന മുദ്നിബൻ, കുറ്റക്കാരനാണോ, കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫഅജാബ ഗാന്ധി ബി അന്നഹു മുദ്നിബുൻ, യെസ്, ഞാൻ കുറ്റവാളിയാണ് എന്ന് പറയുകയും വസയഊദു ഇല ദംബി മതസ്തത, എനിക്ക് പോകേണ്ടി വന്നാൽ, തെറ്റിലേക്ക് മടങ്ങേണ്ടി വന്ന സാഹചര്യം വന്നാൽ ഞാൻ ഇനിയും തെറ്റിലേക്ക്, ഞാൻ ആ നിയമലംഘനത്തിലേക്ക് ഞാൻ മടങ്ങും എന്ന് ഖാദിയുടെ മുമ്പിൽ, ജഡ്ജിയുടെ മുമ്പിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും അവസാനം അൽ ഹദീസ് അൻ ഇർതി ഗാന്ധി ഫിൽ ഹിന്ദ്, ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഹൈസു യുഅ്തബർ അഅ്ലമു മിൻ ഖദം ലിൽ ഹിന്ദ് ദീനൻ മിനൽ ഹുദിയ വ സ്വനഅ മജ്ദഹ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. വതസിഫു ഗാന്ധി ബി അന്നഹു മിസാലുൻ നാദിറുൻ ലിൽ ഇൻസാനിയ, ഒപ്പം തന്നെ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം വ്യക്തികളിൽപ്പെട്ട ഒരാളായിരുന്നു ഗാന്ധി എന്നും അഖാദ് വിശേഷിപ്പിക്കുന്നു. വതസിഫു ഗാന്ധി ബി അന്നഹു മിസാൽ, അദ്ദേഹം ഒരു ഉദാഹരണമാണ്, നാദിറുൻ, അപൂർവമായ ഉദാഹരണമാണ്, ലിൽ ഇൻസാൻ, മനുഷ്യത്വത്തിന്റെ, അല്ലത്തി ലാ തസാലു ബിഹാജത്തിൻ ഇല അംസാലിഹി ഹത്താ യൗമുന ഹാദ, ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ
സാധിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് വിശേഷണമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഹാദാഹു അൽ ഇൻസാൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് അക്കാദ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ തദ്രീബാത്താണ്, അതിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ ഈ പാഠത്തിലെ തദ്രീബാത്ത് എക്സസൈസിലേക്ക് പോകുമ്പോൾ അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ ഫി ജുംല ഔ ജുംലത്തൈൻ, ഞാനതിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ ഫി ജുംല ഔ ജുംലത്തൈൻ, ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വജമൽ കാത്തിബ് വദഹല ഇന്ദമാ സമയ ഖബർ മാ ദാലിക്കൽ ഖബർ, എന്ത് വാർത്ത കേട്ടപ്പോഴാണ് അക്കാദ് എന്ന് പറയുന്ന ഈ എഴുത്തുകാരന് അത്ഭുതം തോന്നിയത്, ആശ്ചര്യം തോന്നിയത്. വജമൽ കാത്തിബ് വദഹല ഇന്ദമാ സമയ ഖബർ, ആ ഖബർ, ആ ന്യൂസ്, ആ വാർത്ത എന്താണ്? അതിൽ നമുക്ക് ഈ സ്ലൈഡ് കൊടുത്ത ആൻസർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഇന്തിഹാസുൽ കാത്തിബ് മിൻ തഅ്സീരി ഗാന്ധി അൽ ഹാഇൽ റഗിമ ബസാത്തത്തി ഹയാത്തിഹി, വിശാലമായ ജീവിതം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാന്ധിയെ പഠിക്കുമ്പോൾ ഗാന്ധിജിയുടെ ജീവിതം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സ്വാധീനം, ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന ഒരു ഇന്തിഹാസ്, ഒരു അത്ഭുതമാണ് കാത്തിബിന് തോന്നിയത്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു യുദ്ധത്തിന്റെ ആളായിരുന്നില്ല, ഒരു ഹിംസയുടെ ആളായിരുന്നില്ല. ബൽഖാൻ റംസൽ ഇസ്ലാമി വത്തസാമുഹ്, സമാധാനത്തിന്റെ സഹാനുഭൂതിയുടെയൊക്കെ സിമ്പലായിരുന്നു. ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു വ്യക്തിയായിരുന്നു തൻ്റെ സിൽമിയായ ഉസ്ലൂബ് കൊണ്ട്. ഒപ്പം തന്നെ നമുക്കവിടെ അദ്ദേഹം 78-ാം വയസ്സിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു ജുംല കൂടെ നമുക്ക് അവിടെ എഴുതി വെക്കാം. അപ്പൊ ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ എഴുത്തുകാരനായ അക്കാദിന് അത്ഭുതമായിട്ട് തോന്നിയത്. രണ്ടാമത്തത്, കം കാന ഉംറു മഹാത്മാഗാന്ധി ഇന്ദമാ ഖുത്തിൽ, കൊല്ലപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഗാന്ധിയുടെ വയസ്സ് 78 എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് എഴുതി കൊടുക്കുക. അത് കേവലം 78 എന്ന് മാത്രം, ഞാനിവിടെ ഒരു സമയക്കുറവ് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അവിടെ ആ ഒരു ആൻസറിൽ ഉംറു മഹാത്മാഗാന്ധി ഇന്ദമാ ഖുത്തില 78 സന എന്ന് എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തത്, മാതാ അജാബ ഗാന്ധി ഇന്ദമാ സഅലഹു അൽ ഖാദി അമുദിനിബുൻ അൻത ബിഹുക്മിൽ ഖാനൂൻ എന്ന് പറയുന്ന, താങ്കൾ തെറ്റുകാരനാണോ, കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാദിയോട് എന്താണ് ഗാന്ധിജി കൊടുത്ത മറുപടി? ഇപ്പൊ ഫഅജാബ ഗാന്ധി, സാധാരണ കുറ്റക്കാരനല്ല, കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് സാധാരണ ആരും മറുപടി പറയാം. പക്ഷെ ഗാന്ധിജി കൊടുത്തത് ഫഅജാബ ഗാന്ധി ബി അന്നഹു മുദ്നിബ്, ഞാൻ കുറ്റക്കാരനാണ്, മാത്രമല്ല സയഊദു ഇല ദംബി മത്തസ്തതാ, എനിക്ക് ഇനിയും ആ ഒരു നിയമലംഘനം, ആ ഒരു തെറ്റിലേക്ക്, കുറ്റത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ ഇനിയും അത് ആവർത്തിക്കും എന്നുള്ള ഒരു മറുപടിയായിരുന്നു ഗാന്ധി ഈ ജഡ്ജിയോട് മറുപടിയായിട്ട് തന്റെ ചോദ്യത്തിന് നൽകിയിരുന്നത്. അടുത്തത്, ഉക്തുബ് മുദക്കിറത്തൻ അനിൽ ആത്തിയ, താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിന്റെ പാരഗ്രാഫ് ആയിട്ട് ആൻസർ ചെയ്യാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നഷാത്താത്ത് ഗാന്ധി ലി തഹ്ഖീഖി കറാമത്തിൽ മർഅ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 2, ഖുറൂജ് ഗാന്ധി ബി തഹദ്ദി ഖാനൂനുൽ മിൽഹ്, ഉപ്പ് സത്യാഗ്രഹം, ആ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഗാന്ധിയുടെ പുറപ്പാട്, അല്ലെങ്കിൽ ഗാന്ധി അതുമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ. പിന്നെ അവസാനമായിട്ട് ഇതുവരെ പഠിച്ച ടോട്ടലി ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഉക്തുബ് മഖാല അൻ ഷഖ്സിയത്തി മഹാത്മാഗാന്ധിയുടെ ഷഖ്സിയത്തിനെ കുറിച്ച്, അഥവാ നമ്മുടെ ഈ ചാപ്റ്ററിനെ ആറ്റിക്കുറിക്ക് മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ വിശാലമായിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ഹാദാഹു അൽ ഇൻസാൻ എന്ന് പറയുന്ന മഹ്മൂദ് അബ്ബാസ് അൽ അക്കാദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അറബി എഴുത്തുകാരൻ ഗാന്ധിജിയെ വിശേഷിപ്പിക്കുകയും ഗാന്ധിജിയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മളോട് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും.